എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ഓഗസ്റ്റ് മാസം 16 തീയതി അവസാനിക്കുന്നു. ഓഗസ്റ്റ് 17 ഞായറാഴ്ച പുതിയ കൊല്ലവർഷം 1201 ആണ്ട് പിറക്കുന്നു. തുടർന്ന് അടുത്ത വർഷം, അതായത് 2026 ഓഗസ്റ്റ് 16 വരെയും ഈ കൊല്ലവർഷം നീളുന്നു. ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു. ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു. ഈ മാസം 12 രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും. ചൊവ്വ ഈ മാസം സെപ്റ്റംബർ 13 വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും. അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു. ബുധൻ നിലവിൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഓഗസ്റ്റ് 30 മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 15 തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് 21 മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 15 ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. കർക്കിടകക്കൂർ പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 2ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ധനസ്ഥാനം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന 2ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് പൊതുവിൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. കാരണം 2ാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അത് ചിങ്ങരാശി എന്നത് സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമാകുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ സൂര്യൻ പ്രബലനും അഭീഷ്ട ഫലദായകനും ആകുന്നു. ഈ മാസം സൂര്യൻ സഞ്ചരിക്കുന്നത് സ്വന്തം ക്ഷേത്രമായ ചിങ്ങരാശിയിൽ ആണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് അഭീഷ്ടദായകനായി ഭവിക്കുകയും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും. ധനഭാവം ആകയാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ പുരോഗതി, ധനപരമായ പ്രതിസന്ധികൾക്ക് ഒരു അറുതി അല്ലെങ്കിൽ അവയിൽ നിന്നും മുക്തി നേടാനുള്ള വഴികൾ എന്നിവ ഇവർക്ക് ലഭിക്കുന്നു. കൂടാതെ 2ാം ഭാവം വാക്സ്ഥാനം എന്നുകൂടി അറിയപ്പെടുകയാൽ അഭിഭാഷകർ, ആശയവിനിമയവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ബന്ധപ്പെട്ടവർ, അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, സാഹിത്യ മേഖലയിൽ ഉള്ളവർ എന്നിവർക്ക് ഈ മാസം ശോഭനമായ ഫലങ്ങൾ, അംഗീകാരം, ഔദ്യോഗിക മേഖലയിൽ പ്രശംസ എന്നിവ വന്നു ചേരാവുന്നതാണ്. വിദ്യയെയും ഈ ഭാവം കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ ഈ ഭാവത്തിൽ പ്രബലനായി സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും ശോഭനമായ ഒരു മാസത്തെ നൽകുന്നതാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 3ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 3ാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു. 3ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഊർജം, ആത്മവിശ്വാസം, സകല പ്രതിസന്ധികളെയും ചെറുക്കാനുള്ള പോരാട്ട വീര്യം, ശത്രുനാശം, രോഗമുക്തി, കടങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ എന്നിവയിൽ നിന്നും മോചനം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ഈ സമയത്ത് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും കീർത്തി, അംഗീകാരം എന്നിവയും ഇവർക്ക് വന്നു ചേരും. ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ സന്താനഭാവാധിപനും കർമാധിപനും ആകുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ ഭാവങ്ങൾക്ക് പുഷ്ടിയെ നൽകും. തൽഫലമായി സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള വകകൾ, സന്താനങ്ങൾക്ക് പഠനത്തിൽ മികവ്, മത്സര പരീക്ഷകളിൽ വിജയം, ഏകാഗ്രത എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ ചൊവ്വ ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് പ്രതികൂലാവസ്ഥകൾ നീങ്ങി മനസ്സമാധാനം, പുരോഗതി, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി എന്നിവയും ഉണ്ടാകുന്നതാണ്. ബുധൻ ഈ കൂറുകാരുടെ ജന്മം, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 1ാം ഭാവം അഥവാ ജന്മം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം അല്ല.
അതുകൊണ്ട് തന്നെ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ശാരീരികമായ ചില വൈഷമ്യങ്ങൾ, ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. എന്നാൽ തുടർന്ന് ഓഗസ്റ്റ് 30 മുതൽ ഈ കൂറുകാരുടെ 2-ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് നല്ല ഫലങ്ങളെ നൽകും. കാരണം ധനഭാവം എന്ന് അറിയപ്പെടുന്ന 2-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികളെ നീക്കി ധനപരമായ പുരോഗതിയെ നൽകും. കൂടാതെ വാക്സ്ഥാനമായ 2-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്കുകൾക്ക് ചാരുത, വിശ്വാസ്യത എന്നിവയെ നൽകും. അതുകൊണ്ട് തന്നെ ആശയവിനിമയം മികവുറ്റതാകും. ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം എന്നിവയും 2-ലെ ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. വ്യാഴം ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 12-ാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നതിനാൽ ഇവർക്ക് ധനം അമിതമായി ചിലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. കൂടാതെ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ, ധനനഷ്ടം, ധനക്ലേശം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ, കാലതാമസം എന്നിവയും ഇവർ നേരിട്ടേക്കാം. വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വരകടാക്ഷത്തിനും ഒരു മറവ് സംഭവിക്കാം. ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും അനുകൂലമായ ഫലങ്ങളെ നൽകും. കാരണം 12, 1 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ശുക്രൻ ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു. 12-ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം, അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ ശുക്രൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളെ നൽകും. തൽഫലമായി ചിലവുകൾ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്തെ ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യജയം എന്നിവയെയും ഉണ്ടാക്കും. തുടർന്ന് ഓഗസ്റ്റ് 21 മുതൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും. ജന്മം അഥവാ 1-ാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം, ഓജസ്, പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു. ജന്മത്തിൽ കൂടി അഥവാ 1-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സുഖം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും. വസ്ത്രലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന 9-ൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതാമഹപ്രീതിയെ നൽകും. പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം എന്നിവയും ഉണ്ടാകും. കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉടലെടുക്കും. ക്ഷേത്രദർശനം, തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതി പ്രാപിക്കും. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. രാഹു ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക. 8-ാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 8-ാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത്. 8-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം, ആയുർഭീതി, രോഗാരിഷ്ടതകൾ എന്നിവയെ എല്ലാം നൽകാം. കൂടാതെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ, വിമർശനങ്ങൾ, അവഹേളനം എന്നിവയെയും നേരിടേണ്ട അവസ്ഥ സംജാതമാകാം. 2-ാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു. ധനഭാവം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം, ധനനഷ്ടം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പാലിക്കുക. കൂടാതെ കുടുംബത്തെയും 2-ാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഈ സമയത്ത് കുറയാം. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ശനി എന്നിവർ ഈ മാസം അനുകൂലരായി ഭവിക്കുകയും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും. ബുധൻ മാസത്തിൻ്റെ 2-ാം പകുതി വളരെ അഭീഷ്ടദായകൻ ആകുന്നു. കേതു അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ചിങ്ങരാശിയിൽ പ്രബലനായി സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുന്ന കേതുവിനെ ഒട്ടൊക്കെ പ്രതിരോധിക്കും. രാഹു 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ശാരീരികമായി ചില ക്ലേശങ്ങളെ സൃഷ്ടിക്കാമെന്ന് ഈ കൂറുകാർ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഭക്ഷണകാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ എന്നിവയിൽ പൊതുവിൽ ഒരു നല്ല ശ്രദ്ധ പാലിക്കുക. 12-ലെ വ്യാഴം അപ്രതീക്ഷിതമായ ചെലവുകളെ ഗണ്യമായി ഉയർത്താമെന്നതിനാൽ ധനക്രയവിക്രയങ്ങളിലും ഒരു കരുതൽ പുലർത്തേണ്ടതാണ്. എങ്കിലും അധികം ഗ്രഹങ്ങളും ഈ മാസം അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ മാസം കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ശോഭനമായ ഒരു മാസമാകും. വിശേഷിച്ചും മാസത്തിൻ്റെ 2-ാം പകുതി ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏവർക്കും ആയുരാരോഗ്യം, സൗഖ്യം നിറഞ്ഞ പൊന്നോണവും
പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.